സോണ്ട് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ വയലറ്റ് പെണ്ണ് അവൾ കൺട്രോൾ ചെയ്ത ആ കുതിരപ്പെണ്ണിനെ കാണിക്കുകയാണ്. അവളാണെങ്കിൽ നൈസായിട്ട് അവിടെയുള്ള വില്ലന്മാരുടെ അടുത്തേക്ക് വന്ന് ഒരു ഓസ്കാർ ആക്ടിംഗ് ഒക്കെ കൊടുക്കുകയാണ്. നമ്മൾ ഇത്രയൊക്കെ പോരാടിയിട്ടും ഫൈറ്റ് ചെയ്തിട്ടും യാതൊരു ഗുണവുമില്ല. ഇപ്പോഴും നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ളവരാണ് ജയിച്ചു നിൽക്കുന്നത്. വെറുതെ നമ്മൾ യൂസ്ലെസ് ആയി നിന്നിട്ട് യാതൊരു കാര്യമില്ല. എത്രയും വേഗം വളരെ ആക്റ്റീവായിട്ട് നമ്മൾ പഞ്ച് ചെയ്യണം, അറ്റാക്ക് ചെയ്യണം. അതിന് നിങ്ങൾക്ക് കൂടുതൽ പവറും സ്ട്രെങ്ത്തും ഒക്കെ ആവശ്യമാണ്. ക്വീനാണ് ഈ ഒരു ഡംപ്ലിങ്സ് അതെനിക്ക് തന്നതെന്ന് പറഞ്ഞ് നമ്മുടെ വയലറ്റ് പെണ്ണിന്റെ നിന്ന് ക്രിയേറ്റ് ആക്കിയ ഒരുപാട് ഡംപ്ലിങ്സ് അതിപ്പോ അവളാണെങ്കിൽ അവർക്ക് നേരെ നീട്ടുകയാണ്. അവളുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും ആ വില്ലന്മാരെ കൺവേർട്ട് ചെയ്ത് നമ്മുടെ ആൾക്കാരുടെ സൈഡിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. പക്ഷെ അവർക്ക് അപ്പോഴും ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതിന് അവള് പറയും, നിങ്ങളിത് കാണുന്നില്ലേ, ഞാനിപ്പോൾ എത്ര സ്ട്രെങ്തനാണ്, എന്റെ ഈ ബോഡിക്ക് ഇത്രയും സ്ട്രെങ്ത്തും ഉന്മേഷവും ഒക്കെ കിട്ടിയത് ക്വീൻ തന്ന ഈ ഡംപ്ലിങ്സ് കൊണ്ടാണ്. സോ തീർച്ചയായിട്ടും നിങ്ങളിത് കഴിച്ച് പവർഫുൾ ആവണമെന്ന് പറയും. അത് കേൾക്കേണ്ട താമസം നമ്മുടെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ അടികെട്ടിയ ഒരുത്തൻ അവനാണെങ്കിൽ വിളിച്ചു പറയും, എനിക്ക് ആ ഡംപ്ലിങ്സ് ആദ്യം തരൂ, എന്നെ അടിച്ചു തകർത്ത് ഈ അവസ്ഥയിലാക്കിയവരോട് എനിക്ക് പ്രതികാരം ചെയ്യണമെന്ന് പറയും. അതിനവളാണെങ്കിൽ ക്യാഷ്വലായിട്ട് തീർച്ചയായിട്ടും ഞാൻ നിനക്ക് തരാമെന്ന് പറയും. അവനാണെങ്കിൽ ആ ഡംപ്ലിങ്സ് കഴിച്ച് എടുത്തു ചാടും. വാവ്, എനിക്ക് നല്ല രീതിയിൽ പവർ കിട്ടിയെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ നെഞ്ചത്തൊക്കെ അടിച്ച് കാണിക്കുകയാണ്. അത് കണ്ട് ഉള്ളവർക്കും അതിൽ വിശ്വാസം തോന്നി. അവരും ഇപ്പൊ ആ ഡംപ്ലിങ്സ് കഴിക്കാനായിട്ട് തുടങ്ങുകയാണ്. അവൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം, കാരണം അവരെല്ലാവരും ആ ആനിമൽസ് ആണ്. അതുകൊണ്ട് തന്നെ ഇനി വയലറ്റ് പെണ്ണിന് ഈസി ആയിട്ട് അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ വയലറ്റ് പെണ്ണാണെങ്കിൽ ഇപ്പോൾ ആ കുതിരപ്പെണ്ണിനോട് റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് ദയവ് ചെയ്ത് എനിക്കും ആ ഒരു മാൻഷനിലേക്ക് പോകണം. ലൂഫിയാൻ ടീം നമുക്ക് വേണ്ടിയാണ് കൈഡോയോടും അവൻ്റെ സോൾജിയേഴ്സിനോടും ഫൈറ്റ് ചെയ്യണം. സോ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും എനിക്ക് ചെയ്തേ പറ്റൂ. സോ അവളുടെ നിർബന്ധം അത് സഹിക്കാൻ കഴിയാതെ കുതിരപ്പെണ്ണാണെങ്കിൽ അവൾക്ക് യാത്ര ചെയ്യാനായിട്ട് ഒരു ചെറിയ കപ്പൽ സെറ്റാക്കി കൊടുക്കും. അവരുടെ കപ്പലിലാണെങ്കിൽ കുതിരപ്പെണ്ണ്, വയലറ്റ് പെണ്ണ്, വൈസ് വാർഡൻ ആണെങ്കിൽ വയലറ്റ് പെണ്ണിനെ ഒരു ചാക്കിനകത്ത് കെട്ടിയിട്ടായിരിക്കും കപ്പലിലേക്ക് കൊണ്ടുവരിക. കാരണം ഉള്ളവർക്ക് എല്ലാവർക്കും വയലറ്റിനെ ഒരുപാട് ഇഷ്ടമാണ്. സോ അവൾ അവിടേക്ക് പോയാൽ അപകടം സംഭവിക്കുമെന്ന് പേടിച്ച് ആണെങ്കിൽ അവൾ അയക്കാനായിട്ട് തയ്യാറായില്ല. സോ അവരുടെ എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് അവളെ ഒരു ചാക്കിലാക്കി കപ്പലിൽ കയറ്റി മുൻപോട്ടേക്ക് കൊണ്ടുപോവാണ്. കുതിരപ്പെണ്ണാണെങ്കിൽ വയലറ്റിനോട് പറയും, ആക്ച്വലി നമ്മളിപ്പോൾ അവിടേക്ക് പോകുന്നത് വലിയ അപകടം തന്നെയാണ്. കാരണം കൈഡോയ്ക്ക് ഒരു പവർഫുൾ ആയിട്ടുള്ള അസിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ തന്നെ 30,000 മുകളിൽ സോൾജിയേഴ്സ് ഉണ്ട്. നമ്മൾ അവിടേക്ക് പോയാലും നമ്മളുടെ ഭാഗം ജയിക്കാൻ ചാൻസ് വളരെയധികം കുറവാണ്. അപ്പോഴായിരിക്കും നമ്മുടെ വയലറ്റ് പെണ്ണ് അവരോട് പറയാ, എനിക്ക് നിങ്ങളൊരു ചെറിയ ഹെൽപ്പ് ചെയ്തു തരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ എൻ്റെ കവളിൽ നിന്ന് ഒരുപാട് ഡംപ്ലിങ്സ് അത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തു തരാം. ഫ്രൂട്ടിൻ്റെ പവറുള്ള ഹാഫ് ഹ്യൂമൻ ആനിമൽസിന് നിങ്ങൾ എൻ്റെ ഡംപ്ലിങ്സ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ എല്ലാവരും എനിക്ക് കൺട്രോൾ ചെയ്ത് കൈഡോയ്ക്ക് ഓപ്പോസിറ്റ് ആക്കി മാറ്റാൻ കഴിയും. സോ ഒറിഗഷിമയിലേക്ക് എത്താനായിട്ട് ഇനി ഒരുപാട് സമയം ബാക്കിയുണ്ട്. ആ സമയം കൊണ്ട് എന്നെ കൊണ്ട് പറ്റും പോലെ ഡംപ്ലിങ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് തരാമെന്ന് പറയും. അത് കേട്ട് ഷോക്കാവും. വയലറ്റ് പെണ്ണ് അവളൊരു കുഞ്ഞിപ്പെണ്ണാണെങ്കിലും അവളുടെ ബ്രെയിൻ അത് വേറെ ലെവലാണ്. അവളാണെങ്കിൽ ഇപ്പോൾ മണിക്കൂറുകളെടുത്ത് ഒരുപാട് ഡംപ്ലിങ്സ് ക്രിയേറ്റ് ചെയ്യും. ലിമിറ്റഡ് ആയിട്ട് ഡംപ്ലിങ്സ് ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ അവളങ്ങനെ ടയേർഡായിട്ട് താഴെ വീഴുകയാണ്. കുതിരപ്പെണ്ണാണെങ്കിൽ അവളെ താങ്ങിയെടുക്കും. വയലറ്റ് പെണ്ണാണെങ്കിൽ തീർത്തു പറയും, ഞാനിപ്പോൾ റെസ്റ്റ് ചെയ്താൽ ശരിയാവില്ല, എനിക്ക് എത്രയും വേഗം ഒരുപാട് ഡംപ്ലിങ്സ് ക്രിയേറ്റ് ചെയ്യണം. ലൂഫി അവൻ എനിക്ക് പ്രോമിസ് ചെയ്തതാണ് ഈ ഒരു വാനോക്കിന്നെ തിരികെ പിടിക്കുമെന്ന്. മൊമൻഡോസ്കി അവൻ തീർച്ചയായിട്ടും അടുത്ത കിങ് ആവണമെന്ന് അവൾ തറപ്പിച്ചു പറയും. അങ്ങനെ ആയിട്ട് പ്ലാൻ ചെയ്ത് ഒരുപാട് ഡംപ്ലിങ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അവരാണെങ്കിൽ ഇപ്പോൾ ഒറിഗഷിമയുടെ അടുത്തേക്ക് വരികയാണ്. ഒറിഗഷിമ എത്തേണ്ട താമസം സ്പീഡിൽ ഓടുന്ന സോൾജിയർ അവനാണെങ്കിൽ പെർ ഹവറിൽ 800 കിലോമീറ്റർ സ്പീഡിൽ ഓടി ഓരോരുത്തരുടെയും വായിൽ ആ ഡംപ്ലിങ്സ് ഇട്ട് കൊടുക്കും. ഒരു ഭാഗത്ത് വാർഡനും അവനെ കൊണ്ട് കഴിയും പോലെ ഡംപ്ലിങ്സ് അവന്റെ സൈഡിലുള്ള ഓരോരുത്തരുടെയും വായിലേക്ക് കുത്തി കയറ്റി കൊടുക്കുകയാണ്. കട്ട് ചെയ്ത ഇപ്പോൾ ഉസോപ്പിനെ ടീമിനെ കാണിക്കും. അവരാണെങ്കിൽ ജിറാഫ് തലേനെ അങ്ങനെ എയിം ചെയ്ത് നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും ആ ഡംപ്ലിങ്സ് അത് അവന്റെ വായിലിടണം, എങ്കിലും മാത്രമേ അവനെയും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂ. ഉസോപ്പ് ആണെങ്കിൽ അത് കറക്റ്റായിട്ട് അവന്റെ വായിലേക്ക് അടിച്ചു വിടും. അടുത്ത നിമിഷം നമ്മുടെ വയലറ്റ് പെണ്ണ് അവനെ കൺട്രോൾ ചെയ്യാണ്. ഇവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ക്വീനെ കാണിക്കും. ക്വീൻ ആണെങ്കിൽ അപ്പോവനോട് ദേഷ്യപ്പെട്ട് പറയും, യു ആർ അൺബിലീവബിൾ, നിനക്ക് ഞാൻ തന്ന ആന്റിഡോട്ട് അത് നീ മിസ് ചെയ്തു അല്ലേ? ആകെ ഉണ്ടായിരുന്നത് അവരൊറ്റ വയലായിരുന്നു. അത് തിരികെ പിടിച്ചിട്ടില്ല എങ്കിൽ നിന്റെ ലൈഫ് നിനക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. എത്രയും വേഗം നിന്റെ സോൾജിയേഴ്സുമായിട്ട് അവൻ അറ്റാക്ക് ചെയ്ത് ആന്റിഡോട്ട് അത് തിരികെ പിടിക്ക്. അപ്പോംസ് ആണെങ്കിൽ അത് കേൾക്കേണ്ട താമസം അവന്റെ ഉള്ളിലെ വെറി അത് കോടി വരും. ആന്റിബോഡി അതെങ്ങനെയെങ്കിലും തിരികെ പിടിക്കണം എന്നൊരു ചിന്ത മാത്രമായിരിക്കും അവനുടനെ അവന്റെ അസിസ്റ്റൻസിനെ എല്ലാം വീണ്ടും നമ്മുടെ ആൾക്കാർക്ക് നേരെ തിരിക്കുകയാണ്. അവർ നമ്മുടെ ആൾക്കാർക്ക് നേരെ തിരിഞ്ഞൊന്ന് മനസ്സിലാക്കിയ അപ്പാപ്പൻ ആള് വിളിച്ചു പറയും, എന്ത് വില കൊടുത്തും അവരെ തടയണം, പക്ഷേ അവരുടെ ജീവന് യാതൊന്നും സംഭവിക്കാൻ പാടില്ല.
പാടില്ല. നിങ്ങളുടെ ജീവനും നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യണം. മാത്രമല്ല ആ ഒരു വൈറസ് അത് നിങ്ങളുടെ ബോഡിയിലേക്ക് സ്പ്രെഡ് ആവാതിരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് രണ്ട് ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് ഇപ്പൊ പൊരിഞ്ഞ പോരാട്ടം. അടുത്ത നിമിഷം ഡ്രേക്ക് അവനങ്ങനെ ചാടി വീണ് ആ വില്ലന്മാരെ തൂക്കിയെടുക്കുകയാണ്. അവൻ അപ്പാപ്പനോട് പറയും, നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ലൈനിൽ നിന്ന് ഞാൻ ഇവരെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കും, നിങ്ങൾ എനിക്ക് ബാക്കപ്പ് ആയിട്ട് നിന്നാൽ മതി എന്ന് പറയും. പക്ഷേ അതേസമയം അവൻ ഫയർ കൊടുത്തോണ്ടിരുന്ന ആ സോൾജേഴ്സിന്റെ ഹീറ്റ് അത് പതിയെ പതിയെ കുറഞ്ഞ് അവർ വീണ്ടും അൺകൺട്രോൾഡ് ആവാൻ തുടങ്ങുകയാണ്. അതിലൊരുത്തനാണെങ്കിൽ ചാടി വന്ന് ആ അപ്പാപ്പന്റെ കയ്യിൽ തന്നെ അഞ്ഞു കടിക്കും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ വയലറ്റ് പെണ്ണും ഉസോപ്പും നാമിയും അവർ മൂന്ന് പേരും ആ ലയന്റെ പുറത്ത് കയറി പാഞ്ഞു വരികയാണ്. അപ്പോഴായിരിക്കും ദൂരത്ത് അവന്റെ റോബോട്ടിനെ ഉപയോഗിച്ച് സ്റ്റൈലായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് അവർ ശ്രദ്ധിക്കുക. ഒരു നിമിഷം ആ പേജ് വണ്ണാണെങ്കിൽ ഫ്രാങ്കിക്ക് നേരെ പാഞ്ഞടുക്കുകയാണ്. അത് ക്ലോസ് തന്നെ താമസം. ഫ്രാങ്കി ആണെങ്കിൽ ഈസി ആയിട്ട് അതിനെ തൂക്കിയെടുത്ത് നിലത്തൊരൊറ്റയാട്ടി അതിനുശേഷം ഉയർത്തിയെടുത്ത് ദൂരേക്ക് വലിച്ചെറിയാണ്. അതാണെങ്കിൽ അടിച്ചു വീണ ആ ഗ്യാപ്പിൽ ഒരുപാട് ഗിഫ്റ്റേഴ്സ് അവറ്റകളാണെങ്കിൽ അവറ്റകളുടെ പവർ ഉപയോഗിച്ച് ഫ്രാങ്കിയെ ലോക്ക് ചെയ്യും. സസക്കിക്കാണെങ്കിൽ അതുകൊണ്ട് ഭയങ്കര സന്തോഷം. കാരണം അവന്റെ അസിസ്റ്റൻസ് ആണ് ഇപ്പൊ ഫ്രാങ്കിയെ അവരുടെ പവർ ഉപയോഗിച്ച് ലോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് സസക്കി അവന്റെ മോൺസ്റ്റർ രൂപത്തിൽ ഇപ്പൊ ഫ്രാങ്കിക്ക് നേരെ പാഞ്ഞടുക്കുകയാണ്. അവൻ അങ്ങനെ വന്ന് ഫ്രാങ്കിയെ ഇടിച്ചു കഴിഞ്ഞാൽ ഫ്രാങ്കിയും ഫ്രാങ്കിയുടെ റോബോട്ടിക് പാർട്സും അതെല്ലാം തന്നെ ഓരോ ഭാഗത്തേക്ക് തകർന്ന് തെറിച്ചു പോകും. അപ്പോഴായിരിക്കും ഫ്രാങ്കി വലിയൊരൊച്ചത്തിൽ അവനെ ആരോ വിളിക്കുന്നത് ശ്രദ്ധിക്കുക. അവൻ തിരിഞ്ഞു നോക്കും. അത് മറ്റാരുമല്ല, ഉസോപ്പും നാമയും വയലറ്റ് പെണ്ണും. അവർ മൂന്ന് പേരും ആ ലയന്റെ പുറത്ത് കയറി പാഞ്ഞടുക്കുകയാണ്. ഫ്രാങ്കിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. തീർച്ചയായിട്ടും അവൻ അവരെ ഹെൽപ്പ് ചെയ്യുമെന്ന് അവന്റെ മനസ്സ് പറയും. അപ്പോഴായിരിക്കും ഒരു ട്വിസ്റ്റ് അവൻ ശ്രദ്ധിക്കുക. അവരുടെ തൊട്ടു പിന്നാലെ വലിയൊരു കൂട്ടം വില്ലന്മാര് അവരെ ഓടിച്ചു കൊണ്ടുവരികയാണ്. ഓ നോ, ആക്ച്വലി അവർ മൂന്ന് പേരും ഇപ്പൊ ഫ്രാങ്കിയോട് ഹെൽപ്പാണ് ചോദിക്കണേ. എനിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ചെകുത്താനും കടലിനും ഇടയിൽ അവരങ്ങനെ പെട്ട് നിൽക്കുകയാണ്. സസക്കി ആണെങ്കിൽ അവന്റെ സോൾജേഴ്സിനോട് ഫ്രാങ്കിയെ പിടിച്ചു വെക്കാനായിട്ട് ആവശ്യപ്പെടും. അപ്പോഴായിരിക്കും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു വമ്പൻ ട്വിസ്റ്റ്. കരഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ ഉസോപ്പും നാമയും അവർ പൊട്ടിച്ചിരിക്കാനായിട്ട് തുടങ്ങും. വയലറ്റ് പെണ്ണാണെങ്കിൽ ചാടി എഴുന്നേറ്റ് അവളുടെ പുറകിൽ വരുന്ന വില്ലക്കൂട്ടത്തിനോട് ഫ്രാങ്കിയെ അറ്റാക്ക് ചെയ്യുന്ന എല്ലാവരെയും തിരികെ അറ്റാക്ക് ചെയ്യാനായിട്ട് പറയും. ആക്ച്വലി അവളും ടീമും ചേർന്ന് കൺട്രോൾ ചെയ്ത ആ വലിയ വില്ലക്കൂട്ടത്തെയാണ് അവര് അവിടേക്ക് കൊണ്ടുവന്നത്. വയലറ്റ് പെണ്ണ് നിർദ്ദേശം കൊടുക്കേണ്ട താമസം അവറ്റകളെല്ലാം ഇപ്പൊ ഫ്രാങ്കിയെ പിടിച്ചു വെച്ചിരിക്കുന്ന ടീംസിനെ പിടിച്ചു വലിച്ച് ഓരോ ഭാഗത്തേക്ക് മാറ്റുകയാണ്. സസക്കിക്ക് അത് കണ്ട് ഭയങ്കര അത്ഭുതം. മൾട്ടിപ്പെണ്ണാണെങ്കിൽ കറക്റ്റ് ആയിട്ട് കാര്യം മനസ്സിലാക്കും. അവരവരുടെ പവർ ഉപയോഗിച്ച് നമ്മുടെ ആൾക്കാരെ കൺട്രോൾ ചെയ്യാണ്. ഒരു കാരണവശാലും അവരെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ആണെങ്കിൽ സസക്കിയുടെ അടുത്ത് നിന്ന് ഞൊട്ടിയിടയിൽ നമ്മുടെ ആൾക്കാർക്ക് നേരെ ഫ്ലൈ ചെയ്ത് വരികയാണ്. നാമിയാണെങ്കിൽ അത് കാണേണ്ട താമസം അവളുടെ സ്റ്റിക്ക് എടുത്ത് അണ്ടർ പവർ ഉപയോഗിച്ച് ഒരൊറ്റ അടി. ആ ഒരു അടിയിൽ കൺട്രോൾ പോയി അവൾ തെറിച്ചു പോയി അടിച്ചു വീഴും. അതേസമയം ഉസോപ്പ് ആണെങ്കിൽ വയലറ്റ് പെണ്ണിന്റെ ഡംപ്ലിങ്സ് അത് അവിടെ ഉണ്ടായിരുന്ന ബാക്കി വില്ലന്മാരുടെ വായിലേക്കും അടിച്ചടിച്ച് തെറിപ്പിച്ച് അവർ മുൻപോട്ടേക്ക് പോവും. അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും വയലറ്റ് പെണ്ണിന്റെ അസിസ്റ്റൻസ് ആയി തീർന്ന് അവരുടെ പിന്നാലെ പോവാണ്. ഇവിടെ ഫ്രാങ്കി ആണെങ്കിൽ ആ സസക്കിയുടെ വായില് ആഞ്ഞടിക്കും. അതിനുശേഷം സ്ക്വാഡ് എടുത്ത് അവനെ വെട്ടാൻ തയ്യാറാവും. ഫ്രാങ്കി അവന്റെ സ്ക്വാഡ് എടുത്ത് ഒരൊറ്റ വെട്ട്. ആ ഒരു വെട്ടില് ഇപ്പൊ സസക്കിയുടെ കാറ്റ് പോവും. അതേസമയം വയലറ്റ് പെണ്ണ് അവളാണെങ്കിൽ വില്ലന്മാരെ എല്ലാവരെയും കൺട്രോൾ ചെയ്ത് മുൻപോട്ടേക്ക് പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.